ഹായ് ഫ്രണ്ട്സ്, ടാർഗറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രിപ്പോസിഷൻസിൻ്റെ പുതിയ ഭാഗം നോക്കാം. എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, ദ സ്കൈ ഈസ് എബവ് അസ്. അതായത് നമുക്ക് സ്പർശിക്കാൻ കഴിയാത്ത അത്രയും മുകളിലുള്ള ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് എബവ് എന്ന് ഉപയോഗിക്കുന്നത്. ദ സ്കൈ ഈസ് എബവ് അസ്. ആകാശം നമുക്ക് മുകളിലാണ് എന്ന് സൂചിപ്പിക്കാൻ, അതായത് നമുക്ക് തൊടാനോ സ്പർശിക്കാനോ കഴിയാത്ത അത്രയും ഉയരത്തിലുള്ള സംഭവത്തെ സൂചിപ്പിക്കാനാണ് എബവ് ഉപയോഗിക്കുന്നത്. ദ സ്കൈ ഈസ് എബവ് അസ്. രണ്ടാമത്തെ, ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ ഫെൻസ്. ഒരു കാര്യത്തെ കവർ ചെയ്യുന്ന ഇതിനെ സൂചിപ്പിക്കാനാണ് ഓവർ എന്ന് ഉപയോഗിക്കുന്നത്. ആ ക്യാറ്റ് ഫെൻസിനെ കവർ ചെയ്ത് ചാടി എന്ന അർത്ഥത്തിൽ ഓവർ ഉപയോഗിക്കുന്നു. ആ ഫെൻസ് മുഴുവനായിട്ട് കവർ ചെയ്തിട്ടാണ് ചാടിയത്. ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ ഫെൻസ്, അതിനാണ് ഓവർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ, യുവർ ഷൂസ് ആർ കെപ്റ്റ് അണ്ടർ ദ ടേബിൾ. അതായത് ഒരു സാധനത്തിൻ്റെ തൊട്ട് താഴെയുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അണ്ടർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ടേബിളിന് തൊട്ട് താഴെയായിട്ടാണ് ഷൂ ഇരിക്കുന്നത്, അതിനെ സൂചിപ്പിക്കാനാണ് അണ്ടർ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യുവർ ഷൂസ് ആർ കെപ്റ്റ് അണ്ടർ ദ ടേബിൾ. നാലാമത്തെ, മൈ ഹൗസ് ഈസ് ബിലോ ദ ഹില്ല്. എൻ്റെ വീട് കുന്നിന് താഴെയാണ്. അണ്ടർ എന്നതിൻ്റെ അർത്ഥവും താഴെയാണ്, അതുപോലെ ബിലോ എന്നതിൻ്റെ അർത്ഥവും താഴെയാണ്. പക്ഷേ അണ്ടർ എന്നത് തൊട്ട് താഴെ സൂചിപ്പിക്കാനും ബിലോ എന്നത് ഒരുപാട് താഴെ എന്ന് സൂചിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. മൈ ഹൗസ് ഈസ് ബിലോ ദ ഹില്ല്. എൻ്റെ വീട് ഹില്ലിന് ഒരുപാട് താഴത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് തൊട്ട് താഴെയല്ല, കുറച്ച് അകലത്തിൽ താഴെയാണ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് ബിലോ ഉപയോഗിക്കുന്നത്. അഞ്ചാമത്തെ, ദ കാലണ്ടർ ഈസ് ഹങ് ബിലോ ദ ഫാൻ. അതായത് ഫാനിന് താഴെയായിട്ടാണ് കലണ്ടർ തൂക്കിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ബിലോ ഉപയോഗിക്കുന്നു. പക്ഷെ തൊട്ട് താഴെ തൂക്കാൻ പറ്റില്ല, അത് കറങ്ങില്ലേ. അതിന് അവിടെ അകലത്തിൽ കുറച്ച് താഴെയായിട്ടാണ് കലണ്ടർ തൂക്കിയിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ. ദ കാലണ്ടർ ഈസ് ഹങ് ബിലോ ദ ഫാൻ. അടുത്തത് ആറാമത്തെ, അനിൽ സിറ്റ്സ് ബിറ്റ്വീൻ നീന ആൻഡ് സീന. അതായത് രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. അനിൽ സിറ്റ്സ് ബിറ്റ്വീൻ നീന ആൻഡ് സീന. അനിലിരിക്കുന്നത് നീനയുടെയും സീനയുടെയും ഇടയിൽ എന്ന അർത്ഥത്തിലാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികൾക്ക് ഇടയിൽ എന്ന് സൂചിപ്പിക്കാൻ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു. ഏഴാമത്തെ, ദ സ്പീക്കർ ഈസ് ഇലക്റ്റഡ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ലോകസഭ. അതായത് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, രണ്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി എമംഗ് എന്നാണ് ഉപയോഗിക്കുന്നത്. ദ സ്പീക്കർ ഈസ് ഇലക്റ്റഡ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ലോകസഭ. ലോകസഭയിലെ മെമ്പർമാരിൽ നിന്ന് സ്പീക്കർ സെലക്ട് ചെയ്യുമ്പോൾ എമംഗ്, ഒരുപാട് അംഗങ്ങളുള്ള അതിനെ സൂചിപ്പിക്കാനാണ് എമംഗ് ഉപയോഗിക്കുന്നത്. എട്ടാമത്തെ, ഹി ഡിവൈഡഡ് ദിസ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ഹിസ് 3 സൺസ്. കണ്ടോ, രണ്ട് വ്യക്തികൾക്ക് ഇടയിൽ എന്ന് സൂചിപ്പിക്കാനാണ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞത്, പക്ഷേ ഇവിടെ 3 സൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ സംഖ്യയെ സൂചിപ്പിക്കുകയാണെങ്കിൽ അവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കാം. രണ്ടിൽ കൂടുതലാണെങ്കിലും ഒരു കറക്റ്റായ സംഖ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കാം. ഹി ഡിവൈഡഡ് ഹിസ് പ്രോപ്പർട്ടി ബിറ്റ്വീൻ ഹിസ് 3 സൺസ്. 3 മക്കൾക്കിടയിൽ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ബിറ്റ്വീൻ ഉപയോഗിക്കുന്നു, കാരണം കറക്റ്റ് എണ്ണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റേത് ലോകസഭയിലെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്യണം, ഒരുപാട് വ്യക്തികൾക്ക് ഇടയിൽ നിന്നാവുമ്പോൾ അവിടെ എമംഗ് ഉപയോഗിക്കുന്നു. ഒൻപതാമത്തെ, മൈ ഹൗസ് ഈസ് ബിസൈഡ് ദ പോസ്റ്റ് ഓഫീസ്. ബിസൈഡ് എന്നതിൻ്റെ അർത്ഥം അരികിൽ എന്നതാണ്. എൻ്റെ ഹൗസ് പോസ്റ്റ് ഓഫീസിന് അരികിലാണ്. മൈ ഹൗസ് ഈസ് ബിസൈഡ് ദ പോസ്റ്റ് ഓഫീസ്. ബിസൈഡ് എന്നതിൻ്റെ അർത്ഥം അരികിൽ. ബിസൈഡ്സ് എ കാർ ഹി ഹാസ് എ ബൈക്ക്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഓർമ്മ നിൽക്കാൻ ഒരു കാര്യം, ബിസൈഡ് എന്ന് പറയുമ്പോൾ അവിടെ എസ് ഇല്ല, അപ്പോൾ അരികിൽ എന്ന അർത്ഥത്തിൽ. ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു എസ് ഉണ്ട്, കൂടുതൽ വന്നു, ഒരു എസ് കൂടി, അപ്പോൾ കൂടാതെ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒരു എസ് കൂടിയുണ്ട്, കൂടാതെ എന്നർത്ഥത്തിൽ. ബിസൈഡ്സ് എന്നാൽ കൂടാതെ എന്നർത്ഥത്തിൽ. അപ്പോൾ ബിസൈഡ്സ് എ കാർ ഹി ഹാസ് എ ബൈക്ക്. കാറ് കൂടാതെ ബൈക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബൈക്ക് കൂടാതെ തന്നെ അയാൾക്കൊരു കാറുണ്ട് എന്ന അർത്ഥത്തിൽ ബിസൈഡ്സ് ഉപയോഗിക്കുന്നു. മൈ ഹൗസ് ഈസ് ബിസൈഡ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഓഫീസിന് അരികിലാണ് വീട് എന്നർത്ഥത്തിൽ. അരികിൽ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ബിസൈഡ്. പക്ഷെ ബിസൈഡ്സ് എന്ന് പറയുമ്പോൾ അത് കൂടാതെ എന്ന അർത്ഥത്തിൽ. അടുത്തത്, ദ സൺ ഗീവ്സ് അസ് ലൈറ്റ് ഡ്യൂറിങ് ഡേ ടൈം. അതായത് ഉടനീളം, മുഴുവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ദ സൺ ഗീവ്സ് അസ് ലൈറ്റ് ഡ്യൂറിങ് ഡേ ടൈം. ഒരു ദിവസം ഫുള്ളായിട്ട് സണ്ണ് ലൈറ്റ് തരുന്നു. ഡ്യൂറിങ് മുഴുവനായിട്ട് ഉള്ളത്, മുഴുവനായിട്ട് എന്ന അർത്ഥത്തിലാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. ദ സൺ ഗീവ്സ് അസ് ലൈറ്റ് ഡ്യൂറിങ് ഡേ ടൈം. അടുത്തത്,
മങ്കീസ് ലീവ്സ് ഇൻ ട്രീസ്. വാസസ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ലീവ് ഇൻ എന്നാണ് പറയുന്നത്. മങ്കീസ് ലീവ് ഇൻ ട്രീ. വാസസ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ലീവ് ഇൻ എന്നാണ് പറയുക. ഇന്നാണ് അവിടെ വേണ്ടത്, ലീവ് ഇൻ. മങ്കീസ് ലീവ് ഇൻ ട്രീ. എസ്കിമോസ് ലീവ് ഇൻ ഇഗ്ലൂ. എസ്കിമോസ് ലീവ് ഇൻ ഇഗ്ലൂ. അപ്പോൾ അവരുടെ വാസസ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ലീവ് ഇൻ എന്നാണ് ഉപയോഗിക്കുക, ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത് നോക്കാം, പീപ്പിൾ ഓഫ് കേരള ലീവ് ഓൺ റൈസ്. ഒരു ജീവിക്കുന്നത് ഏത് ഭക്ഷണത്തെ ആശ്രയിച്ചാണ്, ഏത് ഫുഡിനെ ആശ്രയിച്ചാണ് എന്നതിനനുസരിച്ചാണ് ലീവ് ഓൺ ഉപയോഗിക്കുക. പീപ്പിൾ ഓഫ് കേരള ലീവ് ഓൺ റൈസ്. കൗ ലീവ്സ് ഓൺ ഗ്രാസ്. പശു പുല്ല് തിന്ന് ജീവിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ റൈസ് കഴിക്കുന്നു. അപ്പോൾ പീപ്പിൾ ഓഫ് കേരള ലീവ് ഓൺ റൈസ്. ഇവിടെ ഭക്ഷണത്തെ സൂചിപ്പിക്കുമ്പോൾ ലീവ് ഓണും വാസസ്ഥലത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ലീവ് ഇന്നുമാണ് പറയേണ്ടത്. കൗ ലീവ്സ് ഓൺ ഗ്രാസ്. പശു പുല്ല് തിന്ന് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ലീവ് ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഷീ ലീവ്സ് ബൈ ടീച്ചിങ്. നമ്മുടെ പ്രൊഫഷനെ കുറിച്ച്, ജീവിക്കുന്ന രീതിയിൽ പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ലീവ് ബൈ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഷീ ലീവ്സ് ബൈ ടീച്ചിങ്. ടീച്ചിങ് എന്ന പ്രൊഫഷൻ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ബൈ ആണ് ഉപയോഗിക്കുക. ലീവ് ഇന്ന് വാസസ്ഥലത്തെക്കുറിച്ച്, ലീവ് ഓണ് ഫുഡ് ഭക്ഷണ രീതികളെ കുറിച്ച് പറയുമ്പോൾ ലീവ് ബൈ വന്നിട്ട് പ്രൊഫഷൻ, ഏത് തൊഴിൽ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കാൻ ലീവ് ബൈ. അടുത്തത് മെയ്ക്ക് അഥവാ മെയ്ഡ് നോക്കാം. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം മാംഗോ. അടിസ്ഥാന രൂപത്തിൽ മാറ്റം വരികയാണെങ്കിൽ അവിടെ മെയ്ഡ് ഫ്രം ഉപയോഗിക്കണം. അതായത് മാംഗോയിനെ ജ്യൂസാക്കി കഴിഞ്ഞാൽ തിരിച്ച് മാംഗോ ആക്കാൻ പറ്റില്ല. ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം മാംഗോ. അടിസ്ഥാന രൂപത്തിൽ മാറ്റം വരികയാണെങ്കിൽ അവിടെ മെയ്ഡ് ഫ്രം ഉപയോഗിക്കണം. ഹെർ ഡ്രസ് ഈസ് മെയ്ഡ് ഓഫ് സിൽക്ക്. അടിസ്ഥാന രൂപത്തിൽ മാറ്റം വരാതെ അത് തന്നെയാണ് എങ്കിൽ അവിടെ മെയ്ഡ് ഓഫ് അല്ലെങ്കിൽ മേക്ക് ഓഫ്. ഇവിടെ ജ്യൂസിന് മാംഗോ മാറ്റം വന്നു ജ്യൂസായി, പക്ഷെ തിരിച്ച് മാംഗോ ആക്കാൻ പറ്റില്ല. അപ്പോൾ ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം അല്ലെങ്കിൽ മേക്ക് ഫ്രം മാംഗോ ആണ്. ഇവിടെ ഹെർ ഡ്രസ് ഈസ് മെയ്ഡ് ഓഫ് സിൽക്ക്. ഡ്രസ്സ് ഉണ്ടാക്കിയത് സിൽക്ക് കൊണ്ടാണ്, പക്ഷെ അത് സിൽക്കായിട്ട് തന്നെ തുടരുന്ന തുണി തന്നെയാണല്ലോ. അപ്പോൾ ഹെർ ഡ്രസ് ഈസ് മെയ്ഡ് ഓഫ് എന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്തത് ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. വുഡ് എന്ന് പറയുമ്പോൾ ടേബിൾ ഉണ്ടാക്കിയത് മരം കൊണ്ടാണ്, പക്ഷെ അത് കാണാനും മരം തന്നെയല്ലേ, മരം പോലെ തന്നെയാണല്ലോ, മരത്തിൻ്റെ പീസ് ആണല്ലോ അത്. ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഓഫ് വുഡായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്, അതിലൊരു മാറ്റം വന്നിട്ടില്ല. ദിസ് വാച്ച് ഈസ് മെയ്ഡ് ഇൻ ചൈന. പിന്നെ ഒരു മെയ്ഡ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, മെയ്ഡ് ഇന്ന് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വസ്തു നിർമ്മിച്ച ഒരു രാജ്യത്തെ സൂചിപ്പിക്കുമ്പോഴാണ് മെയ്ഡ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു വസ്തു നിർമ്മിച്ച രാജ്യത്തെ സൂചിപ്പിക്കുമ്പോൾ അവിടെ മെയ്ഡ് ഇന്ന് ഉപയോഗിക്കും. ദിസ് വാച്ച് ഈസ് മെയ്ഡ് ഇൻ ചൈന. മെയ്ഡ് പ്ലസ് ഇൻ പ്ലസ് പ്ലേസ്, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ അവിടെ മെയ്ഡ് ഇന്നാണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് മെനി പീപ്പിൾ ഹാവ് ഡെഡ് ഓഫ് മലേറിയ. രോഗം മൂലം മരണപ്പെടുകയാണെങ്കിൽ അവിടെ ഡെഡ് ഓഫ് ആണ് ഉപയോഗിക്കേണ്ടത്. മെനി പീപ്പിൾ ഹാവ് ഡെഡ് ഓഫ് മലേറിയ. രോഗം മൂലമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ഡെഡ് ഓഫ് ആണ് ഉപയോഗിക്കേണ്ടത്. ഡെഡ് ഓഫ് ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഹി ഹാസ് ഡെഡ് ഓഫ് ഫീവർ. കണ്ടോ, രോഗം മൂലം മരണപ്പെടുമ്പോൾ ഡെഡ് ഓഫ്, ഫീവർ മൂലമാണ് മരണപ്പെടുന്നത്, അപ്പോൾ ഡെഡ് ഓഫ് അപ്പോൾ രോഗം മൂലമാണെങ്കിൽ അവിടെ ഓഫാണ് ഉപയോഗിക്കുന്നത്, ഡെഡ് ഓഫ്. അടുത്തത് ഷീ ഡെഡ് ഫ്രം ഓവർ ഈറ്റിങ്. എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓവർ ഈറ്റിങ് അല്ലെങ്കിൽ എന്താ പറയുക, വേറെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ മൂലമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അവിടെ ഡെഡ് ഫ്രം ആണ് ഉപയോഗിക്കേണ്ടത്. ആത്മഹത്യ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, സ്വയമോ മറ്റുള്ളവരുടെ മൂലമോ ഡേഞ്ചറോ ആയിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ, ഇപ്പോൾ ആത്മഹത്യക്ക് ചെയ്യുമ്പോൾ അവിടെ ഡെഡ് ഫ്രം ആണ് വരേണ്ടത്. ഷീ ഡെഡ് ഫ്രം ഓവർ ഈറ്റിങ്. ഡൈ ഫ്രം ഡേഞ്ചേഴ്സ് ആണ്. അപ്പോൾ ആത്മഹത്യ അതുപോലെ ഓവർ ഈറ്റിംഗ് മൂലമൊക്കെ മരണപ്പെടുമ്പോൾ ഡെഡ് ഫ്രം ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് മൈ ഫ്രണ്ട് ഡൈ ഇൻ ആൻ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് മൂലമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അവിടെ ഡൈ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. ആക്സിഡൻറ്റ് മൂലമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അവിടെ ഡെഡ് ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു. ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു.